Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആണ് നമ്മൾ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. സോ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പാർട്ട് സിയിൽ. അതിൽ 2 പ്രോബ്ലംസും 2 തിയറി ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. അപ്പോൾ പ്രോബ്ലം ആയിട്ട് എല്ലാ പേപ്പറിലും റിപ്പീറ്റ് ആയിട്ട് വരുന്നത് പ്രോസസ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിപ്പയർ പ്രോസസ് കോസ്റ്റ് അക്കൗണ്ട്, ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ് വരുന്നത്. അത് 2 ടൈപ്പ് ചോദ്യങ്ങളും വരാറുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സാധാരണ ഇപ്പോൾ പ്രോസസ് അക്കൗണ്ട് വരച്ച് അബ്നോർമൽ ലോസിൻ്റെയും അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ്റെ ഒക്കെ അക്കൗണ്ട് കൂടി വരുന്ന നോർമൽ ലോസ് അക്കൗണ്ട് ഇതൊക്കെ വരുന്ന ഒരു പ്രോബ്ലം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഈക്വലൻറ്റ് പ്രൊഡക്ഷൻ അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ 2 ടൈപ്പും പഠിക്കണം. നമുക്ക് മാറി മാറി പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രോബ്ലം നിർബന്ധമായും പഠിച്ചു വയ്ക്കണം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അതിപ്പോൾ ചില സമയത്ത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ട്രഡീഷണൽ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇല്ലേ, ട്രഡീഷണൽ ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയാം, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, ഈ 2 മെത്തേഡിലും പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറയും, കമ്പയർ ചെയ്യാനോ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ആക്ടിവിറ്റി ബേസിങ്ങിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് കമ്പൾസറി ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പ്രോബ്ലമായിട്ട് ഈ 2 ടോപ്പിക്കുകളാണ് റിപ്പീറ്റായിട്ട് വരാറ്. അപ്പോൾ ഇതെന്തായാലും പഠിച്ചു വയ്ക്കുക. ഇനി തിയറി ചോദ്യങ്ങൾ മാറി മാറി ചോദിക്കുന്നതിൻ്റെ സജഷൻസ് നൽകാം. ഭാഗ്യം പോലെ ഇരിക്കും. ആദ്യം കണ്ടുവരാറുള്ള ഒരു ചോദ്യം ബേസിക്സ് വന്ന ഭാഗ്യം, കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, അങ്ങനത്തെ ഒരു ചോദ്യം. ബേസിക്സ് ചില സമയത്ത് അത് 3 വെയിറ്റേജിൻ്റെയിലേക്കും വരാറുണ്ട്. അതാണ് ആദ്യത്തെ ഒരു സജഷൻ നൽകാനുള്ളത്. പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള കുറേ ടോപ്പിക്കുകൾ മാറി മാറി വരുന്നതിൽ ഒരെണ്ണമാണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്. നിർബന്ധമായും പഠിക്കുക. ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് റിപ്പീറ്റാണ് കേട്ടോ. എന്താണ് ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അഡ്വാൻറ്റേജസ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പ്രൊസീജിയേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്ക്. ദ നെക്സ്റ്റ് ജസ്റ്റ് ഇൻ ടൈം, JIT എന്താണ്, ദെൻ എങ്ങനെയാണ് JIT എലിമിനേറ്റ്സ് വേസ്റ്റേജസ് എന്നുള്ളൊരു കാര്യമാണ് സാധാരണ വരാറ്. അതിനെപ്പറ്റിയുള്ള മൊത്തം കാര്യങ്ങൾ വരാറുണ്ട്. എന്നാലും ഇത് ഹൗ ഇറ്റ് eliminates wastage of resources. എന്തായാലും JIT-നെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, അഡ്വാൻറ്റേജസും മറ്റേ ഡിസഡ്വാൻറ്റേജസ്, ആ ഡീറ്റെയിൽസൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്, എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് ആണ്. അതെന്തെങ്കിലും നോക്കുക. ചിലപ്പോൾ അങ്ങനെ ഇരിക്കും വരാം. മൊത്തം അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ നമുക്ക് ഇതിലുള്ള. സോ ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും മൊത്തമായിട്ട്. എമർജിങ് ഒറ്റ പ്രാവശ്യം അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എന്താണ്, അപ്പോൾ അത് ചോദിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ഒരു ടോപ്പിക് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, പ്രാക്ടിക്കൽ
difficulty in installation of costing system ചിലപ്പോൾ അതാവും വരാം. then how to overcome practical difficulties, എങ്ങനെ അത് ഓവർകം ചെയ്യാം, how to overcome practical difficulties. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെയുള്ളൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ബേസ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, അഡ്വാൻറ്റേജ്, അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. അതല്ലെങ്കിൽ ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയുടെ ചോദ്യം ചോദിക്കാം. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, ലിമിറ്റേഷൻസ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിങ്ങും ഈ പറയുന്ന അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും അത് നോക്കി വയ്ക്കാം. അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതിൻ്റെ കൺസെപ്റ്റ് ഈ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ. ചിലപ്പോൾ 3 വെയിറ്റേജിൻ്റെയിലും വരാറുണ്ട് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പാരിസൺ. ഇപ്പോൾ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യം നോക്കാം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് SAക്ക് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ ഞാൻ പറഞ്ഞു പ്രോബ്ലം, പ്രോസസ് കോസ്റ്റിങ്ങിൽ നിന്നുള്ള പ്രോബ്ലം നിർബന്ധമായും പഠിക്കുക. പിന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് അതിൻ്റെ പ്രോബ്ലം. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പിന്നെയുള്ള തിയറി ചോദ്യങ്ങളാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് എന്താണ്, കൺസെപ്റ്റ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ ബാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അഡ്വാൻറ്റേജ്, JAT, എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഇൻ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം, അതെങ്ങനെ ഓവർകം ചെയ്യാം, മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് തമ്മിലുള്ളൊരു ഡിഫറൻസ്, കമ്പാരിസൺ. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.